കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. വിശ്വാസവും ഭക്തിയും അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. ഒരിക്കൽ നാരദൻ നാരായണന്റെ ഇച്ഛയാൽ ത്രിദേവതകളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം നാരദൻ കുറച്ച് വെള്ളാരം കല്ലുകളുമായി സരസ്വതി, ലക്ഷ്മി, പാർവതി ഇവരുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ദേവി, എനിക്ക് വിശക്കുന്നു. ഒരു വ്രതമായി ഞാൻ ഈയിടെ ഭക്ഷിക്കുന്നത് വെള്ളാരം കല്ലുകൾ വേവിച്ചാണ്. പതിവ്രതയായ സ്ത്രീകൾക്ക് മാത്രമേ ഇത് വേവിക്കാൻ സാധിക്കുകയുള്ളൂ. കല്ലുകൾ എന്റെ കയ്യിലുണ്ട്. ദേവി പുണ്യവതിയും പതിവ്രതയുമാണല്ലോ. ഒന്ന് വേവിച്ചു തന്നാൽ കൊള്ളാം. 3 ദേവിമാരും കല്ലുകൾ വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിക്കുവാൻ നോക്കി. വളരെ നേരം തിളപ്പിച്ചിട്ടും കല്ലുകൾക്കൊരു വ്യത്യാസവും കണ്ടില്ല. നിരാശപ്പെട്ട ദേവിമാർ പുറത്ത് കാത്തിരുന്ന നാരദനോട് പറഞ്ഞു, മുനീന്ദ്ര, ഇങ്ങനെ കളിയാക്കരുത്. പാറക്കല്ലുകൾ വേവിച്ചാൽ വേകുമോ? ഞങ്ങൾ നോക്കിയിട്ട് സാധിക്കുന്നില്ല. നാരദൻ ആ കല്ലുകൾ തിരിച്ചു വാങ്ങി. ത്രിദേവതകൾക്ക് പറ്റാത്തത് ആർക്ക് സാധിക്കും? നാരദൻ നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അത്രിപത്നി അനസൂയയ്ക്ക് ഈ കല്ലുകൾ വേവിക്കാൻ കൊടുത്തു. അത്രിപത്നി തൽക്ഷണം തന്നെ ആ കല്ലുകൾ കഴുകി. എന്നിട്ട് താൻ പതിവ്രതയാണെങ്കിൽ വേവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിലിട്ട് തീ കത്തിക്കാൻ തുടങ്ങി. അത്ഭുതം! ആ പാറക്കല്ലുകൾ പുതുചേന കഷ്ണങ്ങൾ പോലെ വെന്തു വെണ്ണ പോലെയായി. നാരദൻ അത് വാങ്ങി ഭക്ഷിച്ചു. എന്നിട്ട് ത്രിദേവതകളുടെ സമീപത്തെത്തി വിവരം പറയുകയും ചെയ്തു. ത്രിദേവതകൾക്ക് തങ്ങൾക്ക് പറ്റാത്തത് അനസൂയയ്ക്ക് സാധിച്ചതിൽ ആ മുനിപത്നിയോട് അസൂയ തോന്നി. ത്രിദേവതകളുടെ ആഗ്രഹപ്രകാരം അനസൂയയുടെ പാതിവ്രത്യം പരീക്ഷിക്കുവാൻ ത്രിമൂർത്തികൾ യുവ സന്യാസികളുടെ വേഷത്തിൽ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി ഭിക്ഷയ്ക്കായി ചെന്നു. ആ സമയം അത്രി മഹർഷി ആശ്രമത്തിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ നഗ്നരായിട്ട് മാത്രമേ ഭിക്ഷ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. ഭിക്ഷ നൽകാതെ വിട്ടാൽ അത് ധർമ്മഭ്രംശമാണ്. അനസൂയയ്ക്ക് തന്റെ പാതിവ്രത്യ പരിശുദ്ധിയാൽ സത്യം മനസ്സിലായി. ഈ യുവ സന്യാസികൾ ത്രിമൂർത്തികളാണെന്ന്. അനസൂയ കമണ്ഡലുവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് ഇവർ 3 പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് ജലം അവരുടെ മേൽ തളിച്ചു. അങ്ങനെ ത്രിമൂർത്തികൾ 3 പേരും ശിശുക്കളായി. കാര്യം ഗ്രഹിച്ച ത്രിദേവതകൾ വന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു തരാൻ അനസൂയയോട് അപേക്ഷിച്ചു. അങ്ങനെ ത്രിമൂർത്തികൾക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടി. ബ്രഹ്മാംശമായി സോമനും, വിഷ്ണാംശമായി ദത്താത്രേയനും, ശിവാംശമായി ദുർവാസാവ് എന്നിങ്ങനെ 3 പുത്രന്മാരെ അനസൂയയ്ക്ക് നൽകി ത്രിമൂർത്തികൾ അനുഗ്രഹിക്കുകയും ചെയ്തു.